വൈറ്റ് ടോർച്ചർ അഥവാ വൈറ്റ് റൂം ടോർച്ചർ എന്താണെന്ന് നോക്കിയാലോ. ലോകത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു ശിക്ഷാരീതി എന്നാണ് ഇതിനെ പറയുന്നത്. ഇറാനിലാണ് ഇത് ആദ്യമായി ചെയ്തിരുന്നതെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. അമേരിക്കയിലും യൂറോപ്പിലെ ചില രാജ്യങ്ങളിലും ഇത് നടത്തിയിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ വൈറ്റ് പെയിന്റ് അടിച്ച ഒരു മുറിയിൽ പൂട്ടിയിടും. സീലിംഗും ഭിത്തിയും എല്ലാം വെള്ള. വേറെ ഒരു കളറും ആ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് കാണാൻ കഴിയില്ല. കഴിക്കാൻ കൊടുക്കുന്നത് വെളുത്ത പ്ലേറ്റിൽ ചോറ്, അതുപോലെ തന്നെ കുടിക്കാൻ വെളുത്ത ഗ്ലാസ്സിൽ പാല്. പുറത്തുനിന്ന് ഒരു ശബ്ദമോ വെളിച്ചമോ അകത്തേക്ക് കിടക്കില്ല. വൈറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എപ്പോഴും വൈറ്റ് കളർ ആയിരിക്കും ചുറ്റും. രാത്രിയോ പകലോ ഒന്നും അറിയാൻ കഴിയില്ല. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരുടെ ഷൂസിൽ പാഡ് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ നടക്കുന്ന ശബ്ദം പോലും കേൾക്കില്ല. ശാരീരികമായ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെ മാനസികമായി തളർത്തുന്ന ഒരു ശിക്ഷാരീതി. മാസങ്ങളോ വർഷങ്ങളോ ആണ് ഈ ശിക്ഷയ്ക്ക് ഒരു കുറ്റവാളിയെ ഇരയാക്കുന്നത്. ഈ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്നവർക്ക് അവരുടെ അച്ഛനമ്മമാരുടെ മുഖം പോലും ഓർത്തെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആരെയും തിരിച്ചറിയാനോ സ്വന്തം പേര് പോലും ഓർത്തെടുക്കാനും കഴിയില്ല. അമീർ ഫക്രവർ എന്ന ഒരു വ്യക്തിയെ ഇതുപോലെ 8 മാസക്കാലം ഈ ഒരു ശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു ഇറാൻ ഗവൺമെന്റ്. ഇറാൻ ഗവൺമെന്റിനെതിരെ സംസാരിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം. അദ്ദേഹത്തിന് ഇപ്പോഴും ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളികയുടെ സഹായം വേണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഗവൺമെന്റ് നേരിട്ടല്ല ഈ ഒരു ശിക്ഷ കുറ്റക്കാരന് വിധിക്കുന്നത്. ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഡിപ്രഷനായി മനസ്സ് തളർന്ന അവസാനം ഒരു മനോരോഗിയായി ഭ്രാന്താശുപത്രിയിൽ ജീവിച്ച് മരിക്കേണ്ട ഒരവസ്ഥ.